മനുഷ്യന്മാരാകുമ്പോൾ തെറ്റുകളും പരാജയങ്ങളും സംഭവിച്ചേക്കാം, അല്ലേ? എങ്കിലും അവിചാരിതമായി സംഭവിച്ച ചില തെറ്റുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ, അവകളിൽ വളർച്ച മുരടിച്ചു പോവേണ്ട ഒന്നല്ല നമ്മുടെ ജീവിതം എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. അതായത് തെറ്റുകളും പരാജയങ്ങളും മനുഷ്യ സഹജമാണ്. എന്നാൽ പുരോഗതി സാധ്യമാവുന്നത് അത് തിരിച്ചറിയുമ്പോഴാണ്, തിരുത്തുമ്പോഴാണ് എന്ന് മനസ്സിലാക്കണം. തെറ്റുകൾ തിരുത്തുവാനുള്ള മനസ്സിൻ്റെ സന്നദ്ധത, പരാജയങ്ങളിൽ പതറാത്ത മനസ്സ്, ഇതാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഉപദേശമുണ്ട്. കുല്ലു ബിനി ആദമ ഖത്താ വ ഖൈറുൽ ഖത്തായിന അത്തവ്വാബൂൻ. മനുഷ്യ സഹജമാണ് തെറ്റുകൾ. പക്ഷേ തെറ്റുകാരിൽ നിന്ന് ഏറ്റവും ഉത്തമർ ആരാണ്? പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങി നേർരേഖയിലേക്ക് തിരിച്ചു വരിക. അതാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു ചെയ്യുന്ന ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയുമോ? നമ്മിൽ നിന്ന് സംഭവിച്ച ആ തെറ്റുകളെയും നന്മകളാക്കി അള്ളാഹു മാറ്റിത്തരുന്നതാണ്. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്ത്. തെറ്റുകൾ നന്മകളായി മാറുന്ന ഒരു സംഭവമാണ് പശ്ചാത്താപം എന്നറിയുക. പശ്ചാത്താപത്തിൻ്റെ വാതിലുകൾ അള്ളാഹു മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അതിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്തിച്ച് ഇടരുത്. കാരണം പിന്നെ ചെയ്യാം എന്നുള്ളത് ജുന്ദും മിൻ ജുന്ദി ഇബ്ലീസ് എന്ന് കാണാം. അതായത് പിശാചിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ട സൈന്യങ്ങളാണ് പിന്നെ ചെയ്യാം എന്നുള്ള ആ വാക്ക്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രക്ഷാമാർഗമുണ്ടായിട്ടും രക്ഷപ്പെടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താണതെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, അത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ് തൗബ ചെയ്താൽ അവൻ രക്ഷപ്പെടാം. പക്ഷെ അവൻ അത് ഉപയോഗിക്കാതെ പിന്നെയും നാശത്തിൽ നിലനിൽക്കുന്നു. അവനെ കണ്ടിട്ടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്.